കണ്ണൂർ പിലാത്രയിൽ ലോറികൾ കൂട്ടിയിടിച്ച് തീപിടിച്ച് 2 മരണം. വഴിയരികിൽ ലോറിയുടെ തകരാർ പരിഹരിച്ചുകൊണ്ട് നിന്ന മെക്കാനിക്കും സഹായിയുമാണ് മരിച്ചത്. നിർത്തിയിട്ട ലോറിയിലേക്ക് ടാങ്കർ ലോറി ഇടിക്കുകയായിരുന്നു. വളരെ ദാരുണമായ സംഭവം. സന്തോഷുണ്ട് നമ്മളോടൊപ്പം. സന്തോഷ്, കേൾക്കുമ്പോൾ തന്നെ വല്ലാതെ വേദന തോന്നുന്നു. ഒരു വാഹനം നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന മെക്കാനിക്കും സഹായിയും ആ കേടായി കിടന്ന വാഹനത്തിന്റെ പുറകിലേക്ക് മറ്റൊരു വാഹനം ഇടിച്ച് തീപിടിച്ച് മരിക്കുന്ന അവസ്ഥ വളരെ വേദനാജനകമാണ്. മനു, പുലർച്ചെയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ മണ്ടൂരിലാണ് ലോറികൾ കൂട്ടിയിടിച്ചത്. തടി കയറ്റിയ ലോറി ഇവിടെ റോഡരികിൽ 2 ദിവസമായി തകരാറിലായി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ഈ ലോറി നന്നാക്കാനായി മെക്കാനിക്കും സഹായിയും എത്തി ലോറി തകരാർ പരിഹരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ സിമന്റ് കയറ്റി വന്ന ബൾക്കർ ലോറി നിയന്ത്രണം വിട്ട് തടി ലോറിയിലേക്ക് ഇടിച്ചു കയറുന്നത്. ശക്തമായ ഇടിയുടെ ആഘാതത്തിൽ ഈ ഒരാൾ തെറിച്ചു വീഴുകയും ഒരാൾ ഈ ലോറിക്കുള്ളിൽ തന്നെ കുടുങ്ങുകയും ചെയ്തു. ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടന്നയാളെ ഈ തീപിടുത്തത്തിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ് പിന്നീട് മൃതദേഹം കണ്ടെത്തിയത്. അപകടത്തിന്റെ ആഘാതത്തിൽ സമീപത്ത് ഉണ്ടായിരുന്ന ഒരു കാറിന്റെ മുകളിലേക്ക് മരം വീണും അപകടം അതിനും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പുലർച്ചെ 3:25 ഈ അപകടം ഉണ്ടായത്. കാഞ്ഞങ്ങാട് മാവുങ്കൽ സ്വദേശി ഇബിനൈസർ ആൻഡോ, പാലക്കാട് സ്വദേശി മുഹമ്മദ് ഷെബിൻ എന്നിവരാണ് മരിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ ഇടയിൽ കിടന്ന് പൊള്ളലേറ്റാണ് ഷെബിൻ മരണപ്പെട്ടത്. പഴയങ്ങാടി ഭാഗത്തു നിന്നുമാണ് വന്ന ലോറി അതിന്റെ ക്ലച്ച് തകരാറായതിനെ തുടർന്നാണ് അവിടെ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഭാരത് ബെൻസിലെ ഈ മെക്കാനിക്കുകൾ എത്തി ഇതിന്റെ തകരാർ പരിഹരിക്കാനുള്ള ശ്രമം തുടങ്ങിയത്. അതിനിടയിലാണ് വേഗത്തിലെത്തിയ ഈ അമിത വേഗതയിലാണ് പുറകിൽ വന്ന ലോറി ഈ കേടായി കിടന്ന ലോറിയുടെ പുറകിൽ ഇടിക്കാൻ കാരണം അമിത വേഗതയാണോ എന്നാണ് പറയുന്നത്? അമിത വേഗതയാണ് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ഈ സിമന്റ് മിക്സർ ലോറിയാണ് നിർത്തിയിട്ട ലോറിയിലേക്ക് ഇടിച്ചു കയറിയത്. ഈ ഇടിയുടെ ആഘാതത്തിൽ ലോറിക്ക് തീ പിടിക്കുകയും ചെയ്തു. ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തിയാണ് ഈ തീ അണച്ചത്. 2 ലോറികൾക്കും തീ പിടിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഒരു കാറിനും തീ പിടിച്ചത്. വലിയ ശബ്ദം കേട്ട് ആളുകൾ ആദ്യം ഈ റോഡ് സൈഡിൽ താമസിക്കുന്ന വീടുകളുള്ളവർ ഓടിയെത്തി തുടർന്ന് നാട്ടുകാരെയും ഫയർഫോഴ്സിനെയും ഉൾപ്പെടെ വിവരം അറിയിക്കുകയായിരുന്നു. മനു.